dears, welcome back to Make Them. Today we are discussing the topic Krashen's hypothesis or input hypothesis. It is a topic included in the paper ELT. It is an important topic for B.Ed, UG and PG students. Here, Stephen Krashen is an American linguist. Linguist means Bhasha Panditanana Stephen Krashen, and he is famous for his language acquisition device theory. Language acquisition device LAD എന്നാണ് അറിയപ്പെടുന്നത്. ആ തിയറിക്ക് LAD എന്ന തിയറി, അതായത് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ലേണിംഗ് സെക്കൻഡ് ലാംഗ്വേജ്. സെക്കൻഡ് ലാംഗ്വേജ് പഠിച്ചെടുക്കുന്നതിന് ഉള്ള ഒരു തിയറിയാണ്. അതെങ്ങനെയാണ് പഠിച്ചെടുക്കുന്നത് എന്നുള്ള ഒരു തിയറിയാണ്. ആ ഒരു തിയറി അതിലൂടെ ഫേമസ് ആയ വ്യക്തിയാണ് സ്റ്റീഫൻ ക്രാഷൻ. ആൻഡ് ഹിയർ we are discussing his hypothesis or input hypothesis theory. Input hypothesis, also known as Moniter model, is a group of 5 hypotheses of second language acquisition developed by Stephen Krashen, famous linguist in the 1970s and 80s. 1970-80 കാലഘട്ടങ്ങളിൽ സ്റ്റീഫൻ ക്രാഷൻ എന്ന അമേരിക്കൻ ലിംഗ്വിസ്റ്റ് വികസിപ്പിച്ചെടുത്ത ഒരു തിയറിയാണ് ഇൻപുട്ട് ഹൈപ്പോത്തസിസ് തിയറി. അതിൻ്റെ മറ്റൊരു പേര് മോണിറ്റർ മോഡൽ തിയറി എന്നാണ്. ആൻഡ് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 5 ഹൈപ്പോത്തസിസ്. 5 ഹൈപ്പോത്തസിസ് ആണ്, 5 തിയറികൾ വരുന്നു. അതിൻ്റെ ഒരു കോമ്പിനേഷൻ തിയറിയാണ് ഈ ഇൻപുട്ട് ഹൈപ്പോത്തസിസ് തിയറി അല്ലെങ്കിൽ മോണിറ്റർ മോഡൽ തിയറി എന്നറിയപ്പെടുന്നത്. Then Krashen originally formulated the input hypothesis as one of the 5 hypotheses, but later it came to refer to the 5 groups of hypotheses. യഥാർത്ഥത്തിൽ സ്റ്റീഫൻ ക്രാഷൻ ഈ ഒരു തിയറി, ഇൻപുട്ട് ഹൈപ്പോത്തസിസ് തിയറി എന്ന ഈ തിയറി 5 തിയറിയുടെ ഭാഗമായിട്ട് 5 തിയറിയിൽ ഒരു തിയറി എന്ന രീതിയിലാണ് അദ്ദേഹം ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷെ ഇത് പിന്നീട് അറിയപ്പെട്ടത് ഈ 5 തിയറിയുടെയും കോമ്പിനേഷൻ ആയിട്ടാണ് ഇൻപുട്ട് തിയറി അല്ലെങ്കിൽ ഇൻപുട്ട് ഹൈപ്പോത്തസിസ് തിയറി എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. And these hypotheses are, നമ്മൾ പറഞ്ഞു 5 hypotheses ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞു. And these 5 hypotheses are: first one, input hypothesis; second one, acquisition learning hypothesis; third one, the monitor hypothesis. Monitor hypothesis ആണ് പിന്നീട് ഈ 5ന്റെയും ഒരു കോമ്പിനേഷൻ എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. Then fourth one, the natural order hypothesis, and the last one is affective filter hypothesis. ഈ 5 തിയറീസ് ആണ്, ഈ അതിന്റെ കോമ്പിനേഷനെയാണ് ഇൻപുട്ട് ഹൈപ്പോത്തസിസ് തിയറി എന്ന് അറിയപ്പെടുന്നത്. It was first published in 1977. ഈ തിയറി ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത് 1977-ലാണ്. And it gives primary importance on the comprehensible input, CI എന്നാണ് അറിയപ്പെടുന്നത്, comprehensible input. Understanding spoken and written language input is seen as the only mechanism that results in the increase of underlying language competencies, and language output is not seen as having any effect on the learner's ability. ഇതിന്റെ പ്രത്യേകത, ഈ ഒരു ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് അല്ലെങ്കിൽ ഈ ഒരു തിയറിയുടെ പ്രത്യേകത, ഇതിന്റെ പ്രാധാന്യം കൊടുക്കുന്നത് കോംപ്രിഹെൻസിബിൾ ഇൻപുട്ടിനാണ്. അതോടൊപ്പം തന്നെ അണ്ടർസ്റ്റാൻഡിങ് സ്പോക്കൺ ആൻഡ് റിട്ടൺ ലാംഗ്വേജ്, എഴുതുന്നതും വായിക്കുന്നതുമായ ഭാഷ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ it is the only mechanism that results in the increase of underlying linguistic competence. ഒരു ലിംഗ്വിസ്റ്റിക് കോമ്പീറ്റൻസ്, ഒരു ഭാഷാ പ്രാവീണ്യം നമുക്ക് കിട്ടി എന്നതിന് തെളിവാണ് എഴുതുന്നതും വായിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത്. അത് മാത്രമാണ്, ആ ഒരു എഴുതുന്നതും വായിക്കുന്നതും നമുക്ക് മനസ്സിലാകുകയാണ് എങ്കിൽ ആ ഒരു വ്യക്തിക്ക് ലിംഗ്വിസ്റ്റിക് കോമ്പീറ്റൻസ് കിട്ടിയെന്നതാണ്. ആൻഡ് ലാംഗ്വേജ് ഔട്ട്പുട്ട്, ലാംഗ്വേജ് ഇൻപുട്ട് ആണ് പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മൾ പറഞ്ഞു കോംപ്രിഹെൻസിബിൾ ഇൻപുട്ട് അല്ലെങ്കിൽ CI, ഇതിനാണ് പ്രാധാന്യം. ഇനി ലാംഗ്വേജ് ഔട്ട്പുട്ട് ഈസ് നോട്ട് സീൻ ആസ് ഹാവിങ് എനി ഇഫക്റ്റ് ഓൺ ദ റീഡേഴ്സ് എബിലിറ്റി. റീഡറിന്റെ അല്ലെങ്കിൽ ലേണറിന്റെ എബിലിറ്റി, അവരുടെ കഴിവിൽ യാതൊരു വ്യത്യാസവും നമുക്ക് കാണാൻ ലാംഗ്വേജ് ഔട്ട്പുട്ടിൽ കാണുന്നില്ല. മറിച്ച് ലാംഗ്വേജ് ഇൻപുട്ടിലൂടെ, ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് ലാംഗ്വേജ് ഭാഷ പഠിക്കുന്നത്
മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എഴുതുകയോ റിട്ടൺ ഫോമിൽ അല്ലെങ്കിൽ സ്പോക്കൺ ഫോമിൽ കൊടുക്കുന്ന ആ മെറ്റീരിയലിനെയാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അത് ഒരു ലേണറുടെ കഴിവിനെ ആശ്രയിച്ചിരിക്കും. അത് ആ ലേണർക്ക് അത് വായിക്കാനും മനസ്സിലാകാനും കഴിയുന്നു എങ്കിൽ ഹി ബിക്കംസ് എ സക്സസ്ഫുൾ പേഴ്സൺ. ദെൻ നമുക്കിനി ഈ 5 തിയറികളും ഓരോന്ന് സെപ്പറേറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, അക്വിസിഷൻ ലേണിംഗ് ഹൈപ്പോത്തിസിസ്. Acquisition learning hypothesis. In this theory, Krashen states that there are 2 distinct and independent ways of developing competence in second language for the adults. Second language പഠിക്കുന്നതിനാണ് ഈ ഒരു തിയറി. സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ ആണ് ഈ തിയറിയിൽ വരുന്നത്. ഈ സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുന്നതിന് 2 പ്രധാനപ്പെട്ട മാർഗങ്ങളുണ്ട്. അഡൽട്സിന് പഠിക്കുന്ന, മുതിർന്നവർക്ക് പഠിക്കുന്നതിന് 2 മാർഗങ്ങൾ. Acquisition is a subconscious and implicit process of developing a feeling towards the language by focusing on the real communication of meanings, which is similar to the acquisition of mother tongue for the children. ഇനി ആദ്യത്തെ പടി എന്ന് പറയുന്നത് അക്യൂസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേടിയെടുക്കലാണ്. ഇറ്റ് ഈസ് ദി സബ്കോൺഷ്യസ് ഓർ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് സബ്കോൺഷ്യസ് മൈൻഡ്. സബ്കോൺഷ്യസ് മൈൻഡിലാണ് ഈ ഒരു ലേണിംഗ് ഓർ അക്യൂസിഷൻ എന്ന് പറയുന്നത് നമ്മൾ മനഃപൂർവ്വം നേടിയെടുക്കാണ്. ആൻഡ് ഇറ്റ് ഈസ് ആൻ ഇംപ്ലിസിറ്റ് പ്രോസസ്. ഒരു മനഃപൂർവ്വമുള്ളൊരു പ്രോസസ്സാണിത്. അക്യൂസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേടിയെടുക്കുക എന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ ഡെലിബറേറ്റ് പ്രോസസ് ബൈ ഡെവലപ്പിംഗ് എ ഫീലിംഗ് ടുവേർഡ്സ് ദ ലാംഗ്വേജ്. അങ്ങനെ ഒരു ഭാഷ നമുക്ക് പഠിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഭാഷയോട് നമുക്കൊരു ഇഷ്ടം തോന്നണം, ആ ഒരു വികാരം. അതോടൊപ്പം തന്നെ ബൈ ഫോക്കസിങ് ഓൺ ദ റിയൽ കമ്മ്യൂണിക്കേഷൻ ഓഫ് മീനിങ്. ആ ലാംഗ്വേജിന്റെ അല്ലെങ്കിൽ ആ ഭാഷയുടെ യഥാർത്ഥ അർത്ഥം എന്താണ്, അതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നതിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് അതിനോട് എത്രമാത്രം താല്പര്യമുണ്ട്, ആ താല്പര്യത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ് ഈ അക്വിസിഷൻ. ആൻഡ് വിച്ച് ഈസ് സിമിലർ ടു ദ അക്വിസിഷൻ ഓഫ് മദർ ടങ് ഫോർ ദ ചിൽഡ്രൻ. അത് ഒരു മുതിർന്ന വ്യക്തി ഭാഷ പഠിച്ചെടുക്കുന്നത് അത് ഡെലിബറേറ്റ് പ്രോസസ് ആണെന്ന് പറഞ്ഞു. അതൊരു ചെറിയ കുട്ടി അവന്റെ മാതൃഭാഷ എങ്ങനെയാണോ പഠിച്ചെടുക്കുന്നത് അതിന് തുല്യമാണ്. അതായത് ഇപ്പൊ ആ അമ്മ, ആ അച്ഛൻ, അങ്ങനെ ആ കുട്ടി പറഞ്ഞ് പഠിക്കുന്നത് പോലെ അതേ പ്രോസസ്സ് തന്നെയാണ് മുതിർന്ന ആളുകളും ഒരു ലാംഗ്വേജ് പഠിക്കുന്നതിൽ എന്നാണ് ക്രാഷൻ പറയുന്നത്. ദെൻ പിന്നീട് അദ്ദേഹം പറയുന്നു, ഹി ബിലീവ്സ് ദാറ്റ് അഡൽട്സ് ഓൾസോ ക്യാൻ ഗെറ്റ് ആക്സസ് ടു ദ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ഓർ ലാബ്. ഈ ലാഡ് എന്ന പ്രക്രിയ, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന പ്രക്രിയയിൽ മുതിർന്നവർക്കും പങ്കാളികളാകാൻ കഴിയും. ഇത് സെക്കൻഡ് ലാംഗ്വേജ് പഠിച്ചെടുക്കുന്നതിന് കുട്ടികൾക്കുള്ള ഒരു പ്രോസസ്സാണ്. പക്ഷെ ഇത് മുതിർന്നവർക്കും പ്രാവർത്തികമാക്കാൻ കഴിയും. കാരണം ആ ഒരു ഭാഷയോടുള്ള ഇഷ്ടം കൊണ്ട്, അല്ലെങ്കിൽ ആ ഭാഷ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നു, അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഒരു താല്പര്യമുണ്ട് എങ്കിൽ മുതിർന്ന വ്യക്തികൾക്കും ഈ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് പോസിബിൾ ആണ് എന്നാണ് ക്രാഷൻ അഭിപ്രായപ്പെടുന്നത്. നെക്സ്റ്റ് ഹൈപ്പോത്തീസിസ്, ദ മോണിറ്റർ ഹൈപ്പോത്തീസിസ്. It is related to the acquisition learning hypothesis. ഇത് acquisition learning hypothesis മായിട്ട് ബന്ധപ്പെട്ടതാണ്. And tries to reveal the innate relationship between the two. ഈ acquisition learning എന്ന ഈ 2 പ്രോസസ്സിന് there is an innate relationship between these 2 process. acquisition എന്ന് പറയുന്ന പ്രോസസ്, acquisition എന്ന് പറഞ്ഞാൽ നമ്മൾ നേടിയെടുക്കുകയാണ്, മനഃപൂർവ്വം നേടിയെടുക്കുന്നതിനെയാണ് acquisition എന്ന് പറയുന്നത്. ലേണിംഗ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചെടുക്കുക, അത് ഡെലിബറേറ്റ് പഠനം ആയിരിക്കണം എന്നില്ല. അപ്പൊ ഈ 2 പ്രോസസ്സും തമ്മിൽ ഉള്ള ആ ഒരു ഡീപ്പ് റിലേഷൻ ആണ് ഈ മോണിറ്റർ ഹൈപ്പോത്തസിസിൽ വിവരിക്കുന്നത്. Then monitoring will give awareness to what has been created, making it checked before and after articulation, and this acquisition system can directly promote the development of second language competence and can be used in the production mechanism for language use. ഇനി മോണിറ്ററിംഗ് എന്ന ഈ പ്രക്രിയയിൽ ഇറ്റ് ഗിവ്സ് അവയർനെസ് ടു വാട്ട് ഹാസ് ടു ബി ക്രിയേറ്റഡ്. എന്താണ് നമ്മൾ ക്രിയേറ്റീവായിട്ട് അല്ലെങ്കിൽ നമ്മൾ സൃഷ്ടിച്ചത്, അതായത് ഒരു ഭാഷ പഠിച്ചിട്ട് നമ്മളുടെ ഔട്ട്പുട്ട് എന്താണ് എന്ന് കണക്കാക്കുന്നു. അതോടൊപ്പം തന്നെ മേക്കിംഗ് ഇറ്റ് ചെക്ക്ഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ആർട്ടിക്കുലേഷൻ. ആ ഒരു സൗണ്ട് അല്ലെങ്കിൽ സൗണ്ട് പ്രൊഡക്ഷൻ ആണെങ്കിൽ അങ്ങനെ, പ്രൊനൗൺസിയേഷൻ ആണെങ്കിൽ അങ്ങനെ, അല്ല എങ്കിൽ അത് ആർട്ടിക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രൊനൗൺസ് ചെയ്യുക. അത് പ്രൊനൗൺസ് ചെയ്യുന്നതിന് മുൻപും
പിൻപും അതിന്റെ വ്യത്യാസം എന്താണ്, ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ അക്വിസിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഡയറക്ട്ലി പ്രൊമോട്ട് ദി ഡെവലപ്മെന്റ് ഓഫ് സെക്കൻഡ് ലാംഗ്വേജ്. സെക്കൻഡ് ലാംഗ്വേജിനെ നേരിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് അക്വിസിഷൻ. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഫോർ ലാംഗ്വേജ് കോമ്പീറ്റൻസ്, ഭാഷാ പ്രാവീണ്യം നേടിയെടുക്കാൻ സഹായിക്കുന്നു. ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദി പ്രൊഡക്ഷൻ മെക്കാനിസം ഫോർ ലാംഗ്വേജ് യൂസ്. ലാംഗ്വേജ് യൂസ്, ഭാഷാ ഉപയോഗത്തിൽ ഒരു പ്രൊഡക്ഷൻ മെക്കാനിസം, ആ ക്രിയേറ്റീവ് പാർട്ടാണ് ഇവിടെ ഉള്ളത്. ഈ ക്രിയേറ്റീവ് പാർട്ട്, അതായത് നമ്മളിപ്പോൾ ഭാഷ പഠിച്ചിട്ട് എന്താണ് നമുക്ക് ഔട്ട്പുട്ട് ആക്കി എടുക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഒരു ഭാഷ പഠിച്ചിട്ട് നമ്മൾക്ക് ഒരു പോയം എഴുതാൻ കഴിയുക, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് എഴുതാൻ കഴിയുക, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പീച്ച് നടത്താൻ കഴിയുക. അപ്പോൾ അതൊക്കെ ഈ ഒരു ക്രിയേറ്റീവ് പാർട്ടിൽ പെടുന്നതാണ്. ദാറ്റ് ഈസ് ദ മോണിറ്റർ ഹൈപ്പോത്തസിസ്. Next one, natural order hypothesis. It states that language acquisition is conducted in a certain predictable order, that is certain structures will be learned earlier. ഇനി ഈ നാച്ചുറൽ ഓർഡർ ഹൈപ്പോത്തസിസ് പറയുന്നത് ഒരു നാച്ചുറൽ പ്രക്രിയയാണ്. അതിനൊരു ഓർഡർ ഉണ്ട്, സ്വാഭാവികമായിട്ടുള്ള ഒരു ഓർഡർ ഉണ്ട്. ദാറ്റ് മീൻസ് it is or acquisition is conducted in a certain predictable order. Predictable എന്ന് പറയുന്നത് നമുക്ക് പ്രവചിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓർഡറിലാണ്. That means certain structures will be learned earlier. ഒരു പക്ഷെ നേരത്തെ ആ ഒരു സ്ട്രക്ചർ പഠിച്ചു വെച്ചിട്ടുണ്ടാകാം. ആ സ്ട്രക്ചറിനെ ബേസ് ചെയ്ത് നമ്മൾ ക്രിയേറ്റീവ് വർക്ക് നടത്തുന്നു. അതിനെയാണ് നാച്ചുറൽ ഓർഡർ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഫോർ ലേണിംഗ് ഇംഗ്ലീഷ് സം സ്റ്റുഡൻസ് ലേൺ പ്രസന്റ് ടെൻസ് earlier. ഫോർ എക്സാമ്പിൾ, ഉദാഹരണത്തിന് ഇപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലെ പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ് എന്നീ 3 ടെൻസുകളാണ്. അതിൽ പ്രസന്റ് ടെൻസിനെ കുറിച്ച് നേരത്തെ തന്നെ ഒരു ബോധം ഉണ്ടാകും. അപ്പോൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത് വർത്തമാനകാലമാണ്. ഇപ്പം നിലവിലുള്ള ആ ഒരു കാലം, അതേക്കുറിച്ച് ഭാവിയെക്കുറിച്ചോ ഭൂതത്തെക്കുറിച്ചോ ഒന്നും ഒരു നേരത്തെയുള്ള മുൻധാരണ ഉണ്ടാവില്ല. പക്ഷെ പ്രസന്റ് ടെൻസിനെ കുറിച്ച് ഒരു മുൻധാരണ ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു മുൻധാരണയാണ് ഈ നാച്ചുറൽ ഓർഡർ ഹൈപ്പോത്തസിസ് എന്ന ഈ ഒരു തിയറിയിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഇൻപുട്ട് ഹൈപ്പോത്തസിസ്. ഇറ്റ് ട്രൈസ് ടു സോൾവ് ദി പ്രോബ്ലം ഹൗ ലാംഗ്വേജ് ഈസ് അക്വയർഡ്. ഈ ഇൻപുട്ട് ഹൈപ്പോത്തസിസ് എന്ന ഈ തിയറിയിൽ നമ്മൾ എങ്ങനെയാണോ ഭാഷ നേടിയെടുത്തത്, ആ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, നമ്മൾ ഭാഷ നേടിയെടുക്കുമ്പോൾ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ, അന്നേരം നമുക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്ന ഒരു പാർട്ടാണ് ഇൻപുട്ട് ഹൈപ്പോത്തസിസ്. Krashen points out that humans acquire knowledge in only one way, by making messages or by receiving comprehensible input. ഇനി ക്രാഷൻ അഭിപ്രായപ്പെടുന്നത് മനുഷ്യൻ ഭാഷ പഠിക്കുന്നത് ഒരേ ഒരു രീതിയിലാണ്, അതായത് ഒറ്റ മാർഗത്തിലൂടെ. ഒന്നുകിൽ മെസ്സേജ് മനസ്സിലാക്കുക, അതോടൊപ്പം തന്നെ ആ റിസീവിങ് കോംപ്രിഹെൻസിബിൾ ഇൻപുട്ട്, മെസ്സേജ് സ്വീകരിക്കുന്നതിലൂടെ നമ്മളൊരു ഇൻപുട്ട് സ്വീകരിക്കുകയാണ്, അത് മനസ്സിലാക്കി എടുത്തിട്ടാണ് നമ്മൾ ഭാഷ പഠിക്കുന്നത് എന്നാണ് ക്രാഷൻ അഭിപ്രായപ്പെടുന്നത്. ആൻഡ് കോംപ്രിഹെൻസിബിൾ ഇൻപുട്ട് ഈസ് ദി കോർ ഓഫ് ദിസ് ഹൈപ്പോത്തസിസ്. കോംപ്രിഹെൻസിബിൾ ഇൻപുട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, CI ഓർ കോംപ്രിഹെൻസിബിൾ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി കോർ പാർട്ട് ഓഫ് ദിസ് ഹൈപ്പോത്തസിസ്. ഈ ഹൈപ്പോത്തസിസിന് ഈ തിയറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു ഭാഗമാണ് കോംപ്രിഹെൻസിബിൾ ഇൻപുട്ട്. Krashen mentions that the ideal input is composed of some characteristics. Krashen അഭിപ്രായപ്പെടുന്നത് ഈ ഇൻപുട്ടിന്, നമ്മളുടെ കോംപ്രിഹെൻസിബിൾ ഇൻപുട്ടിന് ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. The first one is comprehensibility. Comprehensibility means understanding capacity. It is necessary for language acquisition. That means comprehensibility is very necessary for language acquisition. But incomprehensible input becomes a noise to the listener. പക്ഷേ ഇൻകോംപ്രിഹെൻസിബിൾ ഇൻപുട്ട്, അതായത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ഇൻപുട്ട് കിട്ടിയിട്ട് കാര്യമില്ല. അപ്പം മനസ്സിലാക്കാൻ സാധ്യമായ ഒരു ഇൻപുട്ട് തന്ന് അതിലൂടെ ഒരു ക്രിയേറ്റീവ് പവർ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ആ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ദെൻ നെക്സ്റ്റ് വൺ, ഇറ്റ് ഷുഡ് ബി ഇൻട്രസ്റ്റിംഗ് ആൻഡ് റെലവൻറ്റ്. ഈ തരുന്ന ഇൻപുട്ട് ഷുഡ് ബി ഇൻട്രസ്റ്റിംഗ് ആൻഡ് റെലവൻറ്റ്, പ്രാധാന്യമുള്ളതായിരിക്കണം, അതോടൊപ്പം തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം, നമുക്ക് താല്പര്യം ജനിക്കുന്നതായിരിക്കണം. It should be interesting so that the learner can acquire knowledge in an unconscious way. നമ്മൾ നേരത്തെ പറഞ്ഞു ഇറ്റ് ഈസ് എ കോൺഷ്യസ് അക്വിസിഷൻ. പക്ഷേ അൺകോൺഷ്യസ് ആയിട്ടുള്ള രീതിയിൽ, ഡെലിബറേറ്റ് അല്ലാത്ത രീതിയിൽ നമുക്ക് ഭാഷ പഠിച്ചെടുക്കാൻ താല്പര്യം ജനിപ്പിക്കുന്നതായിരിക്കണം ഈ ഇൻപുട്ട്. അല്ലെങ്കിൽ നമുക്ക് തരുന്ന ആ ഒരു മെറ്റീരിയൽ
നമുക്ക് താല്പര്യം ജനിപ്പിക്കുന്നതാണെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ആ ഭാഷ പഠിക്കുന്നതാണ്. ദെൻ ഇപ്പോൾ കുട്ടികൾ കാർട്ടൂണൊക്കെ കണ്ടിട്ട് ആ ലാംഗ്വേജ് പഠിക്കുന്ന പോലെ ചിലപ്പോൾ ഒന്നും അറിയുന്നുണ്ടാവില്ല. ആ കാർട്ടൂണിൻ്റെ ആ ഒരു പ്രൊനൗൺസിയേഷൻ അതൊക്കെ കേട്ട് കുട്ടികൾ വേഗം തന്നെ കാർട്ടൂൺ പഠിച്ചെടുക്കുന്നു. അപ്പോൾ അവരുടെ ആ താല്പര്യമാണ് ഇവിടെ കാണിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, നോട്ട് ഗ്രാമാറ്റിക്കലി സീക്വൻസ്ഡ്. ഗ്രാമാറ്റിക്കലി ആ ഒരു സീക്വൻസിലാകണം എന്നില്ല, ചിലപ്പോൾ മിസ്റ്റേക്സ് ഉണ്ടാകാം. എന്നാൽ തന്നെയും ഇറ്റ് ഷുഡ് ബി ഇൻട്രസ്റ്റിംഗ്. It gives importance to acquisition, not learning, so grammar is not necessary. ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് അക്യൂസിഷൻ ആണ്, അല്ലാതെ ഗ്രാമർ പാർട്ട് അല്ല, ലേണിങ്ങിനല്ല. ലേണിംഗ് ആവുന്ന സമയത്താണ് നമ്മൾ ഗ്രാമർ അടക്കം പഠിക്കേണ്ടത്. പക്ഷേ അക്യൂസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേടിയെടുക്കുകയാണ്. സോ ഹിയർ ഗ്രാമർ ഈസ് നോട്ട് സോ prominent. The last one is the affective filter theory. It studies affective variables and second language acquisition. Last theory അഫക്റ്റീവ് ഫിൽറ്റർ തിയറിയാണ്. ഇതിൽ നമ്മൾ പഠിക്കുന്നത് അഫക്റ്റീവ് വേരിയബിൾസിനെ കുറിച്ചാണ്. അതോടൊപ്പം തന്നെ സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ പഠിക്കുന്നത്. അഫക്റ്റീവ് ഫാക്ടേഴ്സ് ലൈക്ക് സെൽഫ് കോൺഫിഡൻസ്, മോട്ടിവേഷൻ, ആൻസൈറ്റി എക്സെട്ര ആർ ക്രൂഷ്യൽ ഇൻ ലാംഗ്വേജ് അക്വിസിഷൻ പ്രോസസ്. ലാംഗ്വേജ് അക്വിസിഷൻ പ്രോസസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഒന്ന് സെൽഫ് കോൺഫിഡൻസ്, മറ്റൊന്ന് മോട്ടിവേഷൻ, അതോടൊപ്പം തന്നെ ആൻസൈറ്റി കുറഞ്ഞിരിക്കണം. അതോടൊപ്പം തന്നെ മോട്ടിവേഷനും സെൽഫ് എസ്റ്റീമും കൂടുതലായിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്കൊരു ഭാഷ പഠിക്കാൻ കഴിയുകയുള്ളൂ. Then it studies and it gives justification to why some learners of second language may not achieve language competence even they have received much comprehensible input. ഈ ഒരു അഫക്റ്റീവ് ഫിൽറ്റർ തിയറിയിൽ നമ്മൾ പഠിക്കുന്നത് ചില ലേണേഴ്സ് അവർക്ക് ആവശ്യത്തേക്കാൾ കൂടുതലുള്ള ഇൻപുട്ട് കിട്ടിയിട്ടുണ്ടാകാം, പക്ഷേ അവർക്ക് ആ ഒരു കോമ്പീറ്റൻസ് നേടിയെടുക്കാൻ സാധ്യമല്ല അല്ലെങ്കിൽ സാധിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ് എന്ന് പഠിക്കുന്നതാണ് ഈ ഒരു പാർട്ട്, ഈ ഒരു തിയറിയിൽ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ദ ലേണർ ഷുഡ് ഹാവ് സെൽഫ് എസ്റ്റീം ഓർ സെൽഫ് കോൺഫിഡൻസ്, അതേപോലെ തന്നെ മോട്ടിവേഷൻ, ഹൈ മോട്ടിവേഷൻ ആൻഡ് ലോ ആൻസൈറ്റി. എന്നാൽ മാത്രമാണ് ലേണർക്ക് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ചില ആളുകൾക്ക് ഇൻപുട്ട് കൂടുതൽ കിട്ടും, അതായത് മെറ്റീരിയലൊക്കെ ഒരുപാടുണ്ടാവും, പക്ഷേ ആ ഒരു പ്രൊഡക്ടിവിറ്റി വളരെ കുറവായിരിക്കും. അവർക്ക് ആ ഒരു കോമ്പീറ്റൻസ് നേടിയെടുക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതിനുള്ള കാരണങ്ങൾ അവർക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് കുറഞ്ഞതാകാം, അല്ലെങ്കിൽ മോട്ടിവേഷൻ ഇല്ലാത്തതാകാം, ഹൈ ആൻസൈറ്റി ഉള്ളത് കൊണ്ടായിരിക്കാം. ആൻസൈറ്റി മീൻസ് ആകാംക്ഷ, അല്ലെങ്കിൽ ആ ഒരു ഉത്കണ്ഠത, ആ ഒരു വെപ്രാളം കൂടുതൽ കൊണ്ടാകാം അവർക്ക് പറ്റുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഭാഗമാണ് അഫക്റ്റീവ് ഫിൽറ്റർ തിയറി. It states that for acquiring language competence, teachers and students work together to reach a high level of motivation, high self-esteem and low level of anxiety. ഇനി ഇതിൽ പറയുന്നത് for acquiring language competence നേടിയെടുക്കണമെങ്കിൽ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് വർക്ക് ടുഗദർ, ടീച്ചേഴ്സും സ്റ്റുഡൻസും ഒരുപോലെ പ്രവർത്തിക്കണം. എന്തിനാണ്? ടു റീച്ച് ഹൈ ലെവൽ ഓഫ് മോട്ടിവേഷൻ, അതേപോലെ ഹൈ സെൽഫ് എസ്റ്റീം ആൻഡ് ലോ ലെവൽ ഓഫ് ആൻസൈറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഈ ഒരു പ്രോസസ്സിൽ അല്ലെങ്കിൽ ലാംഗ്വേജ് അക്വിസിഷൻ പ്രോസസ്സിൽ നമുക്കുണ്ടായിരിക്കേണ്ടത് ഹൈ സെൽഫ് എസ്റ്റീം ഓർ ഹൈ സെൽഫ് കോൺഫിഡൻസ്, അതേപോലെ തന്നെ ഹൈ മോട്ടിവേഷൻ ആൻഡ് ലോ ആൻസൈറ്റി. Krashen claims that the LAD in the adults and children are similar. LAD means language acquisition device. Krashen അഭിപ്രായപ്പെടുന്നത് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെയാണ് എന്നാണ്. ആൻഡ് ദിസ് ഹൈപ്പോത്തീസിസ് തിയറി ഹാസ് സം ഫ്ലോസ്. ഈ ഹൈപ്പോത്തീസിസ് തിയറിക്ക് ചില പോരായ്മകളുണ്ട്. ഇറ്റ് ഹാസ് അൺഡിഫൈൻഡ് ഓർ ഇൽ ഡിഫൈൻഡ് ടേംസ്. ഇതിൽ ചില വാക്കുകൾ നിർവചിക്കാതെ പോയിട്ടുണ്ട്, ചിലത് പൂർണ്ണമായിട്ട് നിർവചിക്കാൻ കഴിയാതെ വിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ടേംസ് ഇതിൽ വന്നിട്ടുണ്ട്. ദെൻ അൺമോട്ടിവേറ്റഡ് കൺസ്ട്രക്ട്സ്. ഇതിൽ അൺമോട്ടിവേറ്റഡ് ആണ്, നമ്മളെ മോട്ടിവേഷൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു കൺസ്ട്രക്റ്റ് ആണ് ഇതിലുള്ളത്. അതേപോലെ തന്നെ ലാക്ക് ഓഫ് എംപിരിക്കൽ കണ്ടന്റ്. എംപിരിക്കൽ മീൻസ് സയൻസ് ബേസ്ഡ് ആയിട്ട്, അതായത് തെളിയിക്കാൻ, ദാറ്റ് ഇറ്റ് ക്യാൻ ബി പ്രൂവൺ, തെളിയിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അതായത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. ആൻഡ് ഹാസ് ഫാൾസിഫിയബിലിറ്റി ആൻഡ് ലാക്ക് ഓഫ് എക്സ്പ്ലനേറ്ററി പവർ. ഫാൾസിഫിയബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റായിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. അതോടൊപ്പം തന്നെ ലാക്ക് ഓഫ് എക്സ്പ്ലനേറ്ററി
പവർ. അത് എന്താണ് എന്ന് കറക്റ്റായിട്ട് വിശദീകരിക്കാൻ കഴിയാത്ത ചില ഭാഗങ്ങളുണ്ട്, ചില ഘടകങ്ങൾ അല്ലെങ്കിൽ ചില ടേംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇതിന്റെ പോരായ്മയായിട്ട് കണക്കാക്കുന്നു. എന്നാൽ തന്നെയും ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ക്രാഷൻ ആൻഡ് ഹിസ് ലാഡ് ഓർ ക്രാഷൻ ആൻഡ് ഹിസ് മോണിറ്റർ തിയറി ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ലാംഗ്വേജ് ലേണിങ്ങിന് സഹായിക്കുന്ന ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ ELT എന്ന പേപ്പറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. Hope you enjoyed it. Thank you.